ഇപ്പോൾ നിരന്തരം പരാതികൾ, പോലീസിനെതിരെ നിരവധി പരാതികൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരുന്ന ഈ പരാതികൾക്കെല്ലാം ആധാരമായിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനേറ്റ മർദ്ദനമാണ്. കുന്നംകുളം കാക്കി ഭീകരതയിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. വി.എസ്. സുജിത്തിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ 4 ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേസ് ഫയലുകൾ തൃശൂർ റേഞ്ച് DIG ഉത്തരമേഖല IG നാളെ കൈമാറും. പോലീസുകാരുടെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ കടുത്ത നടപടി ഉറപ്പാണ്. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെല്ലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. പോലീസിൽ CPM നിയന്ത്രണത്തിലുള്ള സെല്ലാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന്റെ എല്ലാ അതിക്രമങ്ങളെയും അവർ ന്യായീകരിക്കുകയാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ്, പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതൊക്കെ നടപടി ഉണ്ടാവും. അല്ല, അത് എന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്, അടിയന്തരാവസ്ഥ തന്നെയാണ്. ലെവിൻ കെ വിജയൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, നടപടിക്ക് ശുപാർശ ചെയ്യും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ക്രൂരമായ മർദ്ദനത്തിന്റെ തെളിവ് സഹിതമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഈ നടപടിക്ക് ഒരുങ്ങുന്നത് എന്ന് നമുക്കറിയാം. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ്, അവർക്കെല്ലാം അറിവുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പൊതുസമൂഹം ഇത്രയേറെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിൽ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. എങ്ങനെയാണ് പോലീസിന്റെ നടപടി? അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് എപ്പോൾ കടക്കും? ബില്ലിന് 2 തരം കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കാനുള്ളത്. നിലവിൽ അന്വേഷണ വിധേയമായി ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി, പ്രാഥമിക നടപടി എന്നുള്ള നിലയിൽ സസ്പെൻഷൻ നടപ്പിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂർ റേഞ്ച് DIG R. ഹരിശങ്കറിൻ്റെ റിപ്പോർട്ടിന്മേലാണ് ഉത്തരമേഖല IG നടപടി സ്വീകരിച്ചിട്ടുള്ളത്, ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതായി കർശന നടപടി, പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന പൊതുനയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർശന നടപടിക്കാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള തുടർ നടപടികളാണ് ഇനിയുള്ള ഘട്ടത്തിൽ നടപ്പിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടായിരിക്കും തൃശൂർ റേഞ്ച് DIG ഉത്തരമേഖല IGക്ക് കൈമാറുക. ഇത് നാളെ തന്നെ റിപ്പോർട്ട് കൈമാറും. നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറുമെന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു കഴിഞ്ഞ വർഷ കാലയളവിൽ നിരവധി ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ പോലീസിലെ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഭാഗമായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരുന്നു. അത്തരത്തിലുള്ള നടപടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചു വരുന്നത്. പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് സംസ്ഥാന സർക്കാരിനും പോലീസ് സേനയ്ക്കും ആകെ അവമതിപ്പുണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കർശന നടപടി എന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത്. ഒന്നാമതായി ഉദ്യോഗസ്ഥരെ 4 പേരെയും CI നുഹ്മാൻ, സജീവൻ, ശശിധരൻ, അതോടൊപ്പം തന്നെ സന്ദീപ് തുടങ്ങിയ 4 പേരെയും ഈ സർവീസിൽ നിന്നും പുറത്താക്കുന്ന നടപടിയാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവർക്ക് ഒബ്ജക്ഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നോട്ടീസാണ് കൈമാറിയിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഈ മറുപടി ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ ഏറ്റവും വേഗത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. രണ്ടാമതായി നേരത്തെ തന്നെ DIG റിപ്പോർട്ട് കൈമാറിയിരുന്നതിൽ കൂടെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് പോലീസ് സേനയുടെ ഭാഗമായിരിക്കുകയും പിന്നീട് ജോലിയിൽ നിന്നും റിസൈൻ ചെയ്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത അന്നത്തെ പോലീസ് ഡ്രൈവറായിട്ടുള്ള ഷജീറിനെതിരായിട്ടുള്ള നടപടി കൂടിയാണ്. അതുകൂടി ഈ റിപ്പോർട്ടിന്മേൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ ഒരു നടപടിയിലും ഈ തീരുമാനമുണ്ടാകും. ഏതായാലും അന്തിമമായൊരു തീരുമാനം നാളെ റിപ്പോർട്ട് കൈമാറുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ഇത് ഏറ്റവും വേഗത്തിൽ തന്നെ പ്രഖ്യാപനത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കത്തിലൂടെയാണ് സേനാംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അതേസമയം വിഷയത്തിൽ ഒന്നില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നായി ജില്ലകൾ വ്യത്യാസമില്ലാതെ പോലീസ് അതിക്രമത്തിനും കസ്റ്റഡി അതിക്രമത്തിനുമെതിരായ പരാതികൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ. ഇന്ന് KPCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടുതൽ സമരങ്ങൾക്കും വഴിയൊരുങ്ങുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സാഹചര്യം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.